വിശുദ്ധ പൊർക്കാരിയോസും സഹവിശുദ്ധരും. 5-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തെക്കൻ ഫ്രാൻസിലെ പ്രൊവിൻസിന്റെ തീരപ്രദേശത്ത് ഒരു വലിയ സന്യാസാശ്രമം നിർമ്മിക്കപ്പെട്ടിരുന്നു. ലെറിൻസ് ആശ്രമം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അവിടുത്തെ ആശ്രമാധിപനായിരുന്നു പൊർക്കാരിയോസ്. 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലെറിൻസിലെ സന്യാസ സമൂഹത്തിൽ സന്യാസിമാരും സന്യാസാർത്ഥികളും കൂടാതെ സന്യാസിമാരാകുവാൻ ആഗ്രഹിക്കുന്ന യുവാക്കളും ഉൾപ്പെടെ ഏതാണ്ട് 500ഓളം ആളുകൾ ആ ആശ്രമത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നു. ഏതാണ്ട് 732 അവിടുത്തെ ആശ്രമാധിപനായിരുന്ന പോർക്കാരിയോസിന് ഒരു ദർശനമുണ്ടായി. ക്രൂരന്മാരായ അപരിഷ്കൃതർ ആ ആശ്രമം ആക്രമിക്കുവാനുള്ള പദ്ധതിയിടുന്നുവെന്നായിരുന്നു ആ ദർശനത്തിന്റെ പൊരുൾ. ഒട്ടും വൈകാതെ വിശുദ്ധ പൊർക്കാരിയോസ് തന്റെ വിദ്യാർത്ഥികളെയും 36ഓളം യുവ സന്യാസിമാരെയും ഒരു വഞ്ചിയിൽ തിക്കിക്കയറ്റി സുരക്ഷിതമായി അയച്ചു. അവിടെ വേറെ വഞ്ചിയില്ലാതിരുന്നതിനാൽ മറ്റുള്ളവരെയെല്ലാം വിശുദ്ധൻ തന്റെ പക്കൽ ഒരുമിച്ച് ചേർത്തു. ആരും തന്നെ തങ്ങളെ ആ വഞ്ചിയിൽ രക്ഷപ്പെടുത്താത്തതിൽ പരാതിപ്പെട്ടില്ല. മറിച്ച് തങ്ങൾക്ക് ധൈര്യം പകരുവാൻ അവർ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തങ്ങളുടെ ശത്രുക്കളോട് ക്ഷമിക്കുവാനുള്ള അനുഗ്രഹം തങ്ങൾക്ക് നൽകുവാനായി അവർ ദൈവത്തോട് അപേക്ഷിച്ചു. അധികം താമസിയാതെ സാരൻസ് എന്ന ക്രൂരന്മാർ തങ്ങളുടെ കപ്പലുകൾ ആ തീരത്തടുപ്പിച്ചു. ആശ്രമാധിപനായിരുന്ന പൊർക്കാരിയോസ് പ്രവചിച്ചതുപോലെ തന്നെ അവർ ആ പാവപ്പെട്ട സന്യാസിമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. വിശ്വാസത്താൽ നിറഞ്ഞിരുന്ന ആ സന്യാസിമാരാകട്ടെ പ്രാർത്ഥിക്കുകയും യേശുവിനു വേണ്ടി ധൈര്യപൂർവ്വം മരണം വരിക്കുവാൻ പരസ്പരം ധൈര്യം പകർന്നുകൊണ്ടിരുന്നു. യാതൊരു കരുണയും കൂടാതെ ക്രൂരന്മാരായിരുന്ന ആ അക്രമികൾ തങ്ങളുടെ ഇരകളുടെ മേൽ പാഞ്ഞുകയറി 4 പേരൊഴികെ മുഴുവൻ പേരെയും വധിക്കുകയും ആ 4 പേരെ അടിമകളായി കൊണ്ടുപോവുകയും ചെയ്തു. ഇപ്രകാരമാണ് ലെറിൻസ് ആശ്രമത്തിലെ വിശുദ്ധ പൊർക്കാരിയോസും മറ്റ് സന്യാസിമാരും യേശുവിന്റെ ധീരരായ രക്തസാക്ഷികളായി തീർന്നത്.